അലൻ എൽസാനോടാണ്. ഭാവന സ്റ്റുഡിയോസിൽ വന്ന നിങ്ങളുടെ ഷോർട്ട് ഫിലിം സ്പ്ലിറ്റ് ഞാൻ കണ്ടു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാതെ ഫീലായിപ്പോയി. കാരണം ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ച, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് മനസ്സിലാകാതെ പോയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുന്ന ഷോർട്ട് ഫിലിമാണത്. ഫ്രണ്ട്സ്. അതെ, എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ അഭിപ്രായത്തിലുള്ള വ്യത്യാസം, അവരുടെ ക്ലാസ്സിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള പല പല കാര്യങ്ങളുടെ ഡൈനാമിക്സ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സ്പ്ലിറ്റ്. ഞാൻ വിചിത്രമായിട്ടെന്ന് പറയാൻ കാരണം വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇടത്താണ് ഈ വിചിത്രമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതായത് എല്ലാം നോർമൽ ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ സാഹോദര്യം, അവരുടെ പരസ്പരം അറിയുന്ന, അവർക്ക് ഓരോരുത്തരും വിചാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് അയാളെ കുറിച്ച് അറിയാം, അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള സംഗതികളുണ്ടല്ലോ. അതിലെല്ലാം ഉണ്ടാവുന്ന ബ്രീച്ച് ഉണ്ടല്ലോ, ഓരോ വ്യക്തിയും വേറൊരു വ്യക്തിയെ കൺസിഡർ ചെയ്യുന്ന രീതി, അതും ഡിപ്പെൻഡിങ് ഓൺ ക്ലാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഫൈനാൻഷ്യൽ ക്ലാസ്സിലുള്ള വ്യത്യാസം കാരണം ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുന്ന ടെൻഷൻ, അത് അങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പ്, ലൈക്ക് ലവ് റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന സമയത്തെല്ലാം അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് സ്പ്ലിറ്റ്. അതിൽ ആ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഫെലിക്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ എനിക്ക് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അദ്ദേഹം നമ്മൾ ഓരോരുത്തരിലുണ്ട്, നമ്മൾ വളരെ കോമൺ മാനിൽ കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ഗൈ ആണ് അതിൽ ഫെലിക്സ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ. അയാൾക്ക് പല സാഹചര്യങ്ങളിലും അയാൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, അയാൾ ഈ ഗ്രൂപ്പിൽ ഫിറ്റാണോ മിസ്ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് ബാക്കിയുള്ളവർ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ എന്തൊക്കെയാണ് തടസ്സം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളല്ല, സകല കാര്യങ്ങളും പല രീതിയിലാണ് സംസാരിക്കുന്നത്. ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമന്റെ ആ ലെവലിലൊക്കെ ഈ ഷോർട്ട് ഫിലിമിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അത് ഒരു സിംഗിൾ സ്പേസിൽ നടക്കുന്ന ഷോർട്ട് ഫിലിമാണ്. ആ ഒരു സ്പേസിൽ ഒതുങ്ങി നിൽക്കാതെ ആ ഷോർട്ട് ഫിലിം സംസാരിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു സ്പെക്ട്രം വളരെ വലുതാണ്. അതിൽ ആ ഒരു ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി എങ്ങനെയാണ്, എന്തൊക്കെ ഫാക്ടറുകൾ കണക്കിലെടുത്താണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മുടെ കൂടെ കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കാൻ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ള ട്രോമാസ് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരാളെ ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ടാകും. മേ ബി ഒരു ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ വേണ്ട വിധത്തിലുള്ള പരിഗണനകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഷോർട്ട് ഫിലിമിൽ സംസാരിക്കുന്നുണ്ട്. അത് ആ സ്പേസിൽ ഒതുങ്ങി നിൽക്കാതെ ആ സംസാരിക്കുന്ന വിഷയങ്ങളുടെ പലതരത്തിലുള്ള പല ആംഗിളിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വെൽ മെയ്ഡ് ഷോർട്ട് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണണം. ഈ ഷോർട്ട് ഫിലിം സംസാരിക്കുന്ന വിഷയത്തിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ ഇടയിൽ നമ്മളൊക്കെ കീപ്പ് ചെയ്യുന്ന ബന്ധങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം എഫക്ട് ചെയ്യാറുണ്ടോ? അതായത് ചില ആളുകൾ മാത്രം എന്താ പറയാ, ഒന്നും പ്രതീക്ഷിക്കാതെ, ലൈക്ക് ഫോർ ദ സേക്ക് ഓഫ് ബീങ് ഗുഡ് ഫ്രണ്ട് വിത്ത് അതേഴ്സ് എന്നുള്ള ആ ഒരു കാര്യം കണക്കിലെടുത്ത് മാത്രം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അയാൾ ആരോടാണോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും നിലനിർത്താനും ആഗ്രഹിക്കുന്നത്, അയാൾ തിരിച്ച് നമ്മളോടും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മൾ എന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ആസ് എ ക്യാരക്ടർ നമ്മൾ എന്താണോ, അതിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു ഘടകത്തിനേക്കാളും കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആണോ, റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് മെയിൻ ആയിട്ട് ഇതിൽ സംസാരിക്കുന്ന ആ ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പിനെ
ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഈ ഷോർട്ട് ഫിലിമിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കണ്ട സമയത്ത് എനിക്ക് അത്രയ്ക്കും റിലേറ്റബിൾ ആയിട്ടാണ് തോന്നിയത്. ഭാവന സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ ആ ഒരു കോണ്ടന്റിന്റെ ക്വാളിറ്റി. ആ കോണ്ടന്റിന്റെ ക്വാളിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ദ ടോപ്പ് നോച്ച് ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾക്ക്, പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ആലോചിക്കാൻ, അത് അനലൈസ് ചെയ്യാനും, ഇനിയിപ്പോ നമുക്ക് സോൾവബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യണമെന്നുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അമൽ ഹെസാന്റെ സ്പ്ലിറ്റ്. ഞാൻ ഈ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും പോയി കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.